സെയിൽസിനെ പറ്റിയുള്ള ചെറിയൊരു സെയിൽസ്മാർക്കുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാം, സെയിൽ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ്. മാർക്കറ്റിൽ ഏത് മേഖലകളിലും കോമ്പറ്റീഷൻ ഉണ്ട്. ഫുഡിൻ്റെ മേഖല ആയാലും നോൺ ഫുഡ് ആയി കഴിഞ്ഞാലും ഫുഡ് വെയർ ആയാലും മെൻസ് വെയർ ആയാലും ലേഡീസ് ബാഗ്, ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസറുമായിട്ട് നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് വേണം. നമ്മൾ മെൻ്റലും ഫിസിക്കലും സാമ്പത്തികമായിട്ട് എല്ലാ മേഖലയും നമ്മൾ ഒരുമായിട്ട് ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് വേണം. നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കണം. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിന് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ അവരുടെ ഇങ്ങോട്ട് മേടിക്കും. അങ്ങനെ എല്ലാ മേഖലയും നമ്മൾ അവരുമായിട്ടൊരു കുടുംബം പോലെ കഴിയുമ്പോൾ നമ്മളുടെ പ്രൈസ് നമ്മൾ എന്താക്കും, അവർ നമുക്ക് പ്രൈസ് ഒന്നും കൂടുതലായാലും നമ്മളോട് അങ്ങനെ പറയും. അതേസമയത്ത് നമ്മളൊരു അവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ല, അത്തൊരു മേഖലയിൽ കൂടെ പോവുകയാണ്. നമ്മൾ പോയിട്ട് സാമ്പിൾ കൊണ്ടുപോയി കാണിക്കുന്നു, ഇതാ നമ്മളെ ഷൂ അങ്ങനെ ആന കുതിര ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ പെപ്സി, 7up പോലത്തെ നല്ല അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടൊരു ബ്രാൻഡായ സാധനമാണെങ്കിൽ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ഇത് ശരിക്കും മാർക്കറ്റിൽ ബ്രാൻഡായി മാറാത്തൊരു പ്രൊഡക്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള നല്ല സെയിൽസ്മാർ തന്നെ വേണം, ആവശ്യമുണ്ട്. പിന്നെ പുതിയ സെയിൽസ്മാരെ കൊണ്ടുവന്ന് അവരൊരു എക്സ്പീരിയൻസ് ആയി വരണമെങ്കിൽ 2 വർഷം എടുക്കും. 1000 ദിർഹംസ് ശമ്പളം കുറച്ച് കിട്ടുമായിരിക്കും കമ്പനിക്ക്. പക്ഷേ അതിനെക്കൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ 1000-2000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്കറ്റിൽ കസ്റ്റമർ ഉണ്ടാക്കാൻ പഴയ സെയിൽസ്മാർക്ക് കഴിയും. ഓക്കെ, ബൈ.